ഞാൻ നിതീഷ്. ഞാൻ ആൻമീർ. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലുള്ള ഭാരത് മാതാ കോളേജിന്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ്. ദക്ഷിണേഷ്യയിലെ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യുവജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. യുവജനങ്ങൾ മാത്രമല്ല, യുവജനങ്ങളെ ഒത്തിരിയധികമായി സ്നേഹിക്കുകയും അവരെ വളർത്തുകയും ചെയ്യുന്ന പുരോഹിതന്മാരും സന്യാസിനികളും പുരോഹിത ശ്രേഷ്ഠന്മാരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ പലരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഈ GC Youth, എന്താണ് ഈ സൗത്ത് ഏഷ്യ കോൺഫറൻസ്, ആൻഡ് ഇവരുമായിട്ട് GC Youthനെ കുറിച്ച് അല്പകാര്യങ്ങൾ പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. താൻ ജീവിക്കുന്ന തന്റെ സ്വന്തം ജനത്തിനു വേണ്ടി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത ഒരു മഹാപുരുഷനെ നമുക്ക് ഓരോരുത്തർക്കും പരിചയമുണ്ട്. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കിയ ഒരു കൂട്ടം യുവാക്കളുടെ ശക്തമായ മുന്നേറ്റമാണ് GC Youth. എങ്ങനെയായിരുന്നു GC Youthന്റെ തുടക്കം? 1970-കളിലാണ് കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ ആരംഭിച്ചത്. 1985 കത്തോലിക്ക സഭ ലോക യുവജന വർഷമായി ആചരിക്കുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ച് GC Youth 85 എന്ന പേരിൽ കേരളത്തിൽ ധ്യാനം യുവാക്കൾക്കായി നടത്തുകയുണ്ടായി. ഈ ധ്യാനത്തിനൊടുവിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായ ഒരു കൂട്ടം യുവാക്കൾ ഒരുമിച്ച് വരികയും തങ്ങൾ അനുഭവിച്ചറിഞ്ഞ യേശുവിന്റെ സ്നേഹം മറ്റു യുവജനങ്ങൾക്കും പകർന്നു കൊടുക്കണം എന്ന ശക്തമായൊരു തീരുമാനം എടുക്കുകയുണ്ടായി. അവർ പരസ്പരം GC Youth എന്ന് അഭിസംബോധന ചെയ്തു തുടങ്ങി. കഴിഞ്ഞ 22 വർഷങ്ങളായി ഈ GC Youthകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ലോകത്തിന്റെ തന്നെ പല ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 2007 തുടക്കം മുതൽ ഈ ഓരോ ഭൂഖണ്ഡങ്ങളിലും ഇങ്ങനെയുള്ള GC Youthകൾ ഒന്നിച്ചുകൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഏഷ്യയിലെ എല്ലാ GC Youthനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സൗത്ത് ഏഷ്യൻ കോൺഫറൻസ് ഒരുക്കിയിരിക്കുന്നത്. 4 ദിവസമായി നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനം 3 വേദികളായാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാന വേദിയായ ഭാരത് മാതാ കോളേജിൽ 10,000-ഓളം യുവജനങ്ങളാണ് അണിനിരന്നിരിക്കുന്നത്. സമീപത്തുള്ള കർദങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വേദിയിൽ ദമ്പതികൾക്കും മറ്റൊരു വേദിയിൽ കുട്ടികൾക്കും പരിപാടികൾ ഒരുക്കിയിരിക്കുന്നു. ഉദ്ഘാടനം നടക്കുന്ന പ്രധാന വേദിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. Thank you, Nilesh. Thank you, Anne-Marie. South Asian Conference